മാം SCT ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് മെഡിസിൻസ് ആണ്. നമ്മൾ ഇവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വൈറ്റമിൻ D3, വൈറ്റമിൻ B5 പോലുള്ള മെഡിക്കേഷൻസ് ആണ്. അതൊരു 1 മന്ത് എന്തായാലും കഴിക്കേണ്ടി വരും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റാണ്. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഒന്നാമത് എഗ് വൈറ്റ്, രണ്ടാമത് കാഷ്യൂസ്. ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ക്രിയാറ്റിൻ കഴിയുന്നതും എടുക്കാതിരിക്കുക. കഴിയുന്നതും ചൂടുവെള്ളത്തിൽ തല കഴുകാതിരിക്കുക. പിന്നെ ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർ വെള്ളം കുറച്ചു നേരം പിടിച്ചു വെച്ച് അതിന്റെ ടോപ്പ് ലെയർ മാത്രം യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആലം യൂസ് ചെയ്ത് വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ടും അത് യൂസ് ചെയ്യാവുന്നതാണ്. മാം SCTന്റെ ഇന്റർവെൽസ് എങ്ങനെയാണ്? ഇവിടെ SCT നമ്മൾ 2 സെഷനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ടാവും. ഫസ്റ്റ് കഴിഞ്ഞ് ഒരു 15 ദിവസത്തിനുള്ളിലാണ് നമ്മൾ സെക്കൻഡ് സെഷൻ ചെയ്യുന്നത്. ബൂസ്റ്റർ ഡോസ് ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാമെങ്കിൽ പോലും നമ്മൾ നോർമലി അഡ്വൈസ് ചെയ്യുന്നത് ഒരു 2 മാസം കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വിസിബിൾ ചേഞ്ചസ് കാണാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ OPയിൽ GCC കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു കൺസേൺ ആണ് 1 മാസത്തിനുള്ളിൽ ഇത് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും തമ്മിൽ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് മതിയാവും. ബൂസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിന് ഒരു 8 മാസത്തിനുള്ളിൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്നിട്ട് എടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സെഷന്റെ കൂടെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് രാവിലെ സെക്കൻഡ് സെഷൻ, ഈവനിങ് ബൂസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിലും നമുക്ക് എടുക്കാവുന്നതാണ്.